കൂട്ടുകാരെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈവനിങ് വീഡിയോ ആട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ നാളായില്ല നമ്മുടെ പുഴയൊക്കെ ഒന്ന് കണ്ടിട്ട്. ഇപ്പൊ നമ്മുടെ പുഴയുടെ അവസ്ഥ എന്താ എല്ലാം കാണാം കേട്ടോ. അപ്പൊ എല്ലാരും വായോ, നമുക്ക് ഒന്നിച്ച് പുഴയിൽ പോയി കുളിച്ച് തീർത്തിട്ട് വരാം. എല്ലാ കൂട്ടുകാർക്കും കാസി ബായി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹ സ്വാഗതം. അങ്ങനെ മക്കളെ, നമ്മള് പുഴയിൽ എത്തിക്കണേ. ഒന്നും പറയണ്ട, പുഴയിൽ ഇപ്പത്തെ ഒരു അവസ്ഥ ഇതൊക്കെയാണ്. വെള്ളമൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടുത്തെ മക്കളുമാരുടെ പരിപാടി എന്താ വെച്ചാൽ ഇത് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് ചെറിയ മതിലും ചെറിയ അണ ഇങ്ങോട്ട് കെട്ടിവെക്കും. കുറെ കല്ലുകൾ കൂട്ട വെച്ചിട്ട് കുറച്ച് മണ്ണും കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ കവറെല്ലാം കൂടി കൂട്ടി കെട്ടി ഇലകളും ചപ്പ് ചിലകളുമായിട്ട് ചെറിയൊരു അണയാണ് കേട്ടോ ഇവര് കെട്ടുന്നത്. ആ കെട്ടുന്നതോട് കൂടി താഴോട്ടുള്ള വെള്ളം അവിടെ സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് അവിടെ നമ്മളെന്തായാലും മീനുകൾ ഉണ്ടാവും. അപ്പൊ ആ മീനുകളെ കുത്തിയും ഇടിച്ചും എറിഞ്ഞും ഒക്കെ നമ്മളെ കുട്ടികൾ മീൻ പിടിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കേട്ടോ. നമ്മളെ ഇവിടുത്തെ ചങ്ങായിമാരുടെ പരിപാടിയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു നാടൻ രീതിയിലുള്ള മീൻപിടുത്തം അതാണെന്ന് പറയട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ മീൻ പിടിക്കുന്ന രീതി ഉണ്ട് കേട്ടോ. ഞങ്ങൾ പുഴയിൽ വരുന്ന സമയത്ത് പെങ്ങന്മാരൊക്കെ ആണെങ്കിലും കൂരിക്കുടുക്കാന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തില് തുണി വട്ടത്തിൽ കെട്ടിയിട്ട് അതിന് നടുക്കൊരു ഓട്ട വെച്ചു കൊടുക്കും. ആ ഓട്ടയിൽ കൂടി എന്തെങ്കിലും ചോറോ ഉണക്കമീന്റെ വറ്റൊക്കെ ഇങ്ങനെ പതുക്കനെ അതിനകത്ത് ഇട്ട് വെക്കും. അപ്പൊ മീനുകൾ വട്ടം ചുറ്റി വന്നിട്ട് അറിയാണ്ട് ഈ മീനിന്റെ എടുക്കാൻ വേണ്ടി ഉള്ളിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും ഇവ മീനുകൾ കുടുങ്ങി പോകുന്നത്. അങ്ങനെ കുറെ മരൽമീനിനെ ഒക്കെ പിടിച്ചിട്ടൊക്കെയാണ് നമ്മളൊക്കെ പഴയ കാലത്ത് ഒരു രസട്ടോ. കൂടാതെ നമ്മൾ എന്താ പറയുക, ചൂണ്ടയിട്ട് കൊച്ചു മീനിനെ പിടിക്കും. ഇത് പറഞ്ഞു വന്നപ്പോഴാട്ടോ നമ്മൾ മലന്തകരേനെ കണ്ടത്. മലന്തകര പണ്ട് കാലത്ത് നമ്മുടെ ഈ പുഴയറമ്പിൽ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ ഇത്തിരി എന്ന് പറഞ്ഞ പോലെ ഇതാ ഒരു തൈയാണ് കണ്ടിട്ടുള്ളൂ കേട്ടോ. അതിൽ നിറയെ മഞ്ഞ പൂക്കളുണ്ട്, നമ്മളെ മെഴുതിരി കത്തിച്ച് നിർത്തിയ പോലെ. ഒരുപാട് സസ്യങ്ങളുടെ കലവറകോട്ട് കൂടി കേട്ടോ നമ്മുടെ ഈ ഒരു പുഴ എന്ന് പറയുന്നത്. തുമ്പയും തുളസിയും എല്ലാരും പിന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇത് കൂടിയാണ് ഇത്. അപ്പൊ ഈ മലന്തകരയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് കുട്ടികൾക്ക്, അതായത് നമ്മൾക്കൊക്കെ വരുന്ന ഈ ചുണങ്ങില്ലേ, ചുണങ്ങിന് ഏറ്റവും ഉചിതമായ ഒരു മരുന്നാണ് നമ്മുടെ ഈ മലന്തകര എന്നുള്ളത്. അപ്പൊ പുഴയറമ്പിലൊക്കെ വരുന്ന ഈ മലന്തകരയുടെ ഇല എടുത്തിട്ട് അവിടെ പുഴയിൽ വെച്ച് തന്നെ കല്ലിൽ കുത്തി ഇടിച്ച് അതിന്റെ നീരൊക്കെ ഈ നമ്മുടെ ചുണങ്ങുള്ള ഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് കുറെ നേരം നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ കുളിക്കുമ്പോൾ ഉരച്ച് കുളിച്ചിട്ട് ഒരു 10 ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ ചുണങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ട് പോകും കേട്ടോ. അങ്ങനെ ഒരു കഥയും കൂടി ഉണ്ട്. ചുണങ്ങിന് ഏറ്റവും നല്ലത് തന്നെയാണ് മലന്തകര. അപ്പൊ മലന്തകരയുടെ കാര്യം പറഞ്ഞ് അതും കണ്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ വെള്ളാരം പൂക്കളെ കണ്ടത്. ഇത് നിങ്ങൾക്കറിയോ, നമ്മുടെ സല്ലാബ് എന്ന സിനിമയില് മഞ്ജുവാറിന് ഒരുപാട് പാട്ട് സീനിൽ ഈ ഒരു പൂക്കള് എടുത്തിട്ടുണ്ട്. അതിന്റെ മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴയായിരുന്നു കേട്ടോ. ഭാരതപ്പുഴ നിറയെ കാണാൻ കഴിയുന്ന ഒരു സീസൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു പൂക്കൾ കാണാൻ കഴിയുന്നുണ്ട്. സത്യം പറഞ്ഞാല് നമ്മുടെ പുഴയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പൂക്കൾ കാണുന്നത് കേട്ടോ. ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതും പോയി എടുത്തു. പക്ഷെ തൊട്ടപ്പോഴാണ് കണ്ടത് നന്നായി പൂത്തിട്ട് കഴിഞ്ഞ സാധനം നമ്മുടെ ഈ അപ്പൂപ്പം താടിയായിട്ട് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് പോവുക കേട്ടോ. എന്ത് രസാന്ന് നോക്കിയാൽ കാണാന്. ശരിക്കും പറഞ്ഞ കുറേ അപ്പൂപ്പം താടികൾ നിരത്തി വെച്ച മാതിരി. ആഹാ, എന്തൊരു ചന്തം. ഒരുപാട് മരുന്നുകളുടെ സസ്യങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ പുഴയെങ്കിലും ഇതാ ഇവനെ നിങ്ങൾക്ക് കണ്ടോ. ഇതിന്റെ പേര് ആറ്റുവഞ്ചി എന്നാട്ടോ. 2 സൈസ് ആറ്റുവഞ്ചി നമ്മുടെ ഈ പുഴയിൽ കാണാറുണ്ട്. ഇത് നിലത്തിങ്ങനെ പരന്ന് കിടക്കുന്ന ആറ്റുവഞ്ചിയാണ്. ഇതിനകത്ത് കുഞ്ഞു ഒരു ഓറഞ്ച് നിറത്തിലെ കുഞ്ഞു പഴങ്ങൾ ഉണ്ടാവും കേട്ടോ. അത് കഴിക്കാൻ നമ്മുടെ മൈനകളൊക്കെ ഇങ്ങനെ പുഴയിൽ വന്നിട്ട് കൊത്തിപ്പെറുക്കി ഇങ്ങനെ തിന്നുന്ന കാണാം. ആഹാ, നല്ല രസം കേട്ടോ. അപ്പൊ അവരുടെ കിളികളും ഒച്ചയൊക്കെ ആയിട്ട്. അതിന്റെ പിന്നെ വേറെ സൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നീളമുള്ള കമ്പാണ്. അതിന്റെ കമ്പ് ഒടിച്ചിട്ട് നമ്മൾ എല്ലാം കുളിച്ച് മറന്ന് കുളിക്കുന്ന സമയത്ത് കാസിയേ ഉമ്മ കുറെ വിളിക്കും. ഞാൻ മൈൻഡാക്കാണ്ടിരിക്കുമ്പോ ആ ഒരെണ്ണം പൊട്ടിച്ചിട്ട് തൊട്ടക്കെട്ട് 2 കിട്ടുമ്പോ അല്ലാന്ന് പറഞ്ഞിട്ട് ഓടി പെരയിലോട്ട് ഓടും കേട്ടോ. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു ആറ്റുവെച്ച് കണ്ടപ്പം. പിന്നെ കുഞ്ഞു സൈസ് പായലുകള്, കുഞ്ഞു പരൽ മീനുകള്, നമ്മളെ നെറ്റിയ പൊട്ട മീന്, അതുപോലെ വാഴക്ക പൊരിച്ചി, ചില്ലുവാൻ, മുഷിക്കുഞ്ഞ്, അങ്ങനെ കുഞ്ഞു ഒരുപാട് മീനുകളും
നമ്മുടെ പുഴയിലുണ്ട്. പിന്നെ കല്ലാമുട്ടി എന്ന് പറഞ്ഞ ബിരുദനും കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ കേട്ടോ കുട്ടികൾ അവിടെ നിന്ന് എന്റെ വീഡിയോ എടുക്കുന്നത് കണ്ട് കാസിക്കാക്കേ നമ്മളെ വീഡിയോ കൂടി എടുക്കേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ കൂട്ടുകാരാണ് പുഴയിലുള്ള നമ്മളെ അയൽവാസികളായ കുറെ കുട്ടികളുണ്ട്. അവരിവിടെ വന്നിട്ട് സ്കൂളിലാത്ത ദിവസമൊക്കെ തമർക്കലുണ്ട് കേട്ടോ. അതാണെങ്കിൽ നമ്മള് വാട്ടർ ടാങ്ക് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ നാട്ടിലേക്കെല്ലാം വെള്ളം തരുന്ന ജലനിധിയാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് വെള്ളം അടിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ തരുന്നത്. പറഞ്ഞു വന്ന് ഞാൻ പുഴയിൽ നല്ലോണം മുങ്ങി കുളിച്ചിട്ടോ. നല്ല തണുത്ത വെള്ളം കേട്ടോ. ഡിസംബറിലൊക്കെ ജനുവരിയിലൊക്കെ നല്ല തണുപ്പാട്ടോ വെള്ളത്തിന് നമ്മുടെ ഇവിടുത്തെ. പിന്നെ രാത്രിയിലോട്ട് പുഴയിൽ ഇറങ്ങാൻ പറ്റില്ല, പണ്ടത്തെ പോലെയല്ല. കാട്ടാനകളൊക്കെ വന്നിട്ട് ഈ പുഴയിലെ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പൊ കുട്ടികൾക്കൊക്കെ ഹായ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് പറഞ്ഞു, എടാ മറക്കാതെ കാസിംബായിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. കുട്ടികൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ ഈ സൈഡ് കാണുന്ന കമ്പി ഉണ്ടോ, ഇതാണ് പെൻസിൽ ലൈൻ എന്നാട്ടോ പറയുന്നത്. ആനകൾ വരാതിരിക്കാൻ വേണ്ടി, ഇക്കരയിലോട്ട് ആന കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് കമ്പി ഇട്ടതാട്ടോ. അപ്പൊ അതും കൂടി ഇങ്ങനെ കാണിച്ചു തന്നതുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും ആന കയറിയിട്ട് ആക്രാന്തം പുരട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാനും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷം